അടിപൊളി. നല്ല പടമാണ്, നല്ല ഡയറക്ഷനാണ്, എല്ലാവരും നന്നായി അഭിനയിച്ചിട്ടുണ്ട്. അടിപൊളി. ശ്രീനിവാസൻ. അടിപൊളി അടിപൊളി. ബ്രോ എങ്ങനെയുണ്ട്? പ്രേക്ഷകരുടെ ഒരു റെസ്പോൺസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? കിട്ടി തുടങ്ങിയിട്ടില്ല, നമ്മൾ കഴിഞ്ഞല്ലേ ഉള്ളൂ. ഫസ്റ്റ് ഷോ കഴിഞ്ഞല്ലോ. അതെ അതെ അതെ, നല്ല റെസ്പോൺസ് ആണ് ഇവിടുന്ന് കിട്ടുന്നത്. പുറത്തുനിന്ന് അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു താങ്ക് യു. സന്തോഷം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു. നല്ലൊരു ഡിഫറെന്റ് ത്രില്ലർ, നമ്മൾ കാണുന്ന ടൈപ്പ് ത്രില്ലർ അല്ല. കോമഡിയും ഡാർക്ക് കോമഡിയും മിസ്റ്ററിയൊക്കെ ആയിട്ടുള്ളൊരു പുതിയൊരു സംവിധായകൻ ശ്രീരാജ്. എവിടെ ശ്രീരാജ് ശ്രീനിവാസൻ, അദ്ദേഹമാണ് ഇതിന്റെ ഡയറക്ടർ. പറയൂ. ഫസ്റ്റ് ഷോപ്പ് കഴിഞ്ഞല്ലേ ഉള്ളൂ, അപ്പൊ നല്ല റെസ്പോൺസ് ഉണ്ട്. അപ്പൊ നമ്മള് അടുത്ത പുറത്ത് തിയേറ്ററിലൊക്കെ അത് പോയാണെന്ന് വിശ്വസിക്കുന്നു. വളരെ സന്തോഷം. ഒരുപാട് കാലത്തെ ഒരു കാത്തിരിപ്പാണ്. ആ ക്യാരക്ടർ ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു, അതുകൊണ്ടാണ് അത് എക്സൈറ്റഡ് ആയിരുന്നു. അത് സ്ഥിരം പോലീസുകാരനല്ല, വേറൊരു ടൈപ്പ് പോലീസുകാരനാണ്. അപ്പൊ അതിൽ സൗബിക്ക് വേറെ പൊളിയായിരുന്നല്ലോ. എല്ലാവരും പുതിയ രീതിയിലുള്ള ഒരു വേറെ ജോണറാണ്, വേറെ രീതിയിലുള്ള പെർഫോമൻസ് ആണ്. എല്ലാവരും ഭയങ്കര ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാലിലൊക്കെ പ്രശ്നമുള്ള രീതിയിൽ അഭിനയിക്കാനുള്ളൊരു എന്തോരം ബുദ്ധിമുട്ടുണ്ടായിരുന്നു അറിയില്ല. ആ സമയത്ത് ചെയ്ത് അങ്ങനെ രസമായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലേ? താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള റോളും ഹ്യൂമറായിട്ടുള്ള റോളാണ് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? അത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഡയറക്ടർ നന്നായിട്ട് പറഞ്ഞു തരും, അങ്ങനെ ചെയ്തു. അങ്ങനെ ചെയ്യാനൊരു രസമുണ്ടല്ലോ. അതാ അടിപൊളിയായിരുന്നു. കളിക്ക് പാട്ടുണ്ടോ? ശ്രീരാജ് ഇതുവരെയും ബാബുവേട്ടൻ തന്നെയാണ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. അപ്പൊ അത് തന്നെയാണ് വിളിച്ചിരിക്കുന്നത് ഇതുവരെയും. കണ്ടിട്ട് നമ്മൾ ഷൂട്ട് തുടങ്ങുന്ന അത് പുള്ളിക്കും ഭയങ്കരമായിട്ട് വർക്കായി എന്ന് പറയുന്നത് സന്തോഷം. എടുത്ത് മാറ്റി വീണ്ടും തിരിച്ചു വരും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. പണി കഴിഞ്ഞ് തിരിച്ചു വരും, എന്നിട്ടും അന്നത്തെ ദിവസത്തെ വർക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനോട്ട് അങ്ങോട്ട് പോകും. അങ്ങനത്തെ ഒരു അറ്റയാൻ മൈൻഡുള്ള ഒരു വ്യക്തിയാണ്. ഒരു ഒറ്റബുദ്ധി മൂടാണ്. ബേസിലും സൗകര്യമാണെങ്കിലും അതിനോടൊപ്പം തന്നെ ഏറ്റവും നായകസ്ഥാനത്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം അതിനെക്കുറിച്ച് എന്താ പറയുക? അതെ, എനിക്ക് എൻ്റെ ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ് സൗബിക്കിൻ്റെ കൂടെയും ബേസിൻ്റെ കൂടെയൊക്കെ. ആ ഒരു ബേസിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചു കിടക്കുന്ന സീനാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത്. സൗബിക്കിൻ്റെ കൂടെയുള്ള കുറേ ദിവസങ്ങളുണ്ട്. അവരുടെ കൂടെയുള്ള ഒരു ദിവസങ്ങൾ കുറേ നമുക്ക് ലേണിംഗ് പ്രോസസ്സ് ഉണ്ട്. അവർ ചെയ്യുന്ന വർക്കുകൾ കാണുന്നുണ്ട്. ആ ഒരു 40 days ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ ഉള്ള സമയത്ത്. നല്ല അടിപൊളി ഒരു അനുഭവം തന്നെയായിരുന്നു. തീർച്ചയായിട്ടും ഭയങ്കര നല്ല സപ്പോർട്ടാണ്. നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും അതിനെക്കുറിച്ച് പറയാനും ഒരു ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊരു നല്ലൊരു ഇതാണ്. അതുപോലെ തന്നെ അൻവർക്കയും നമ്മുടെ സെറ്റിലുണ്ടായിരുന്നു. അദ്ദേഹം നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമൊക്കെ. നല്ലൊരു ടീം വർക്ക്. അതാണ് അതിൻ്റെ ഒരു നല്ലൊരു മൂവി കണ്ടപ്പോൾ പിന്നെ ഭയങ്കര എന്താ പറയാ എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എല്ലാം ഇങ്ങനെ കാണുമ്പോൾ വർത്ത് ആയിട്ടുള്ള ഒരു മൂവിയാണ്. അടിപൊളിയാണ്. 2025 ഫസ്റ്റ് സൂപ്പർ ഹിറ്റ് ആവട്ടെ. ചെയ്യാൻ പറ്റി. ഇതുവരെ ഇങ്ങനെ ഒരു അപ്പിയറൻസിൽ ഞാൻ സിനിമയിൽ ചെയ്തിട്ടില്ല. അപ്പോൾ അത് അങ്ങനൊരു ഞാൻ ജോഷി സാറിൻ്റെ ഒരു സിനിമയിൽ റൺ ബേബി റൺ എന്നുള്ള സിനിമയിലാണ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മേക്കപ്പ് ചെയ്തത്. ഇത് രണ്ടും ഇപ്പോൾ ജോഷി സാറിൻ്റെ ആ റൺ ബേബി റൺ എന്നുള്ള സിനിമയിലും ഈ സിനിമയിലും നമുക്ക് ആ മേക്ക് ഓവർ തന്നിട്ടുള്ളത് റോണക്സ് എന്ന് പറയുന്ന മഹാനായ ബെക്മാന് ഗംഭീര വർക്കാണ് ചെയ്തിട്ടുള്ളത്. എല്ലാവരെയും, എന്നെ മാത്രമല്ല. അപ്പം അതൊക്കെ അദ്ദേഹത്തിൻ്റെ കരുവിരുതാണ്.
റോണക്സ് എന്ന് പറയുന്ന മേക്കപ്പ് മാൻ്റെ കരവിരുതാണ്. സിലോൺ എന്ന് പറയുന്ന സിലോൺ എന്ന ആ. കഥാപാത്രം പറയുന്ന ഓരോ കാര്യങ്ങളും പ്രത്യേകമായ ഒരു മാക്കിൽ നിന്ന് തുടങ്ങുന്നത്. അതെ. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. അത് ശ്രീരാജിന്റെ കഴിവാണ്. ശ്രീരാജ് സ്ക്രിപ്റ്റും ഡയറക്ഷനും ശ്രീരാജാണ്. എങ്ങനെയാണ് എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് എന്താണപ്പോൾ നമ്മളെ ഒരു വലിയൊരു പടത്തിൻ്റെ ഭാഗമാവുക എന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷമുള്ള കാര്യമല്ലേ. ഇപ്പം 10-15 സിനിമകൾ ചെയ്തതിൽ ഒരു വലിയ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ അഭിപ്രായങ്ങളൊക്കെ ആളുകൾ കണ്ടിട്ട് പറയേണ്ടതല്ലേ. എന്തായാലും ഒരു പതിവ് ശൈലിയിലുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ജോണറിൽ ശ്രീയേട്ടൻ പറഞ്ഞത് എന്തായാലും ആളുകൾ എടുക്കും എന്നുള്ളതാണ് സന്തോഷം. ഭയങ്കര സന്തോഷം. അടിപൊളി ഗംഭീര പടം, നന്നായിട്ടുണ്ട്. അടിപൊളി എന്റർടൈൻ, കോമഡി എന്റർടൈൻ, ചെറിയൊരു ത്രില്ലർ, ക്ലൈമാക്സ് ഒരു ട്വിസ്റ്റ് ഉണ്ട്. പിന്നെ മൂന്നാളും തകർത്ത് അഭിനയിച്ചു. വില്ലനായാലും നമ്മളെ ബേസിൽ ചേട്ടനായാലും സൗബിൻ ചേട്ടനായാലും അടിപൊളിയായിട്ട് അഭിനയിച്ചു. ഇടിയുണ്ട്. ആ ഒരു വില്ലന് ഒരു അടിപൊളി ഒരു ഫൈറ്റ് ഉണ്ട്, ഒന്നും പറയല്ല. ഒരു മാസ് ഫൈറ്റാണ്. സൗബിൻ ചേട്ടൻ ഒന്നും പറയല്ല, അടിപൊളി അഭിനയം. ബേസിൽ ചേട്ടനാണ്. ആ നടപ്പൊന്ന് കാണിക്കാം. തിരിച്ച്